ഓഫീസ് ജോലിയും വീട്ടുപണിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പാടുപെടുന്ന വീട്ടമ്മമാർക്ക് ഒരു സന്തോഷ വാർത്ത. കറി വെക്കാനുള്ള പച്ചക്കറികൾ ഇനി കൃഷിവകുപ്പ് നുറുക്കി പാക്കറ്റിലാക്കി നൽകും. ചേരുവകൾ ചേർത്ത് പാകപ്പെടുത്തിയാൽ മാത്രം മതി. യെസ്, ഇത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം എന്നുള്ളത്. റെഡി ടു കുക്ക് വെജിറ്റബിൾസ്, കട്ട് വെജിറ്റബിൾസ്. ഓക്കെ, നമുക്കറിയാം നമ്മൾ ഇന്ന് പല സൂപ്പർ മാർക്കറ്റുകളിലും, അതേ ചെറുതായാലും വലുതായാലും, ഇപ്പോൾ ലുലു പോലത്തെ സൂപ്പർ മാർക്കറ്റ് ആവട്ടെ, അല്ലെങ്കിൽ ചെറിയ സൂപ്പർ മാർക്കറ്റ്, നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ചെറിയ ചെറിയ സൂപ്പർ മാർക്കറ്റുകളാകട്ടെ, ഹൈപ്പർ മാർക്കറ്റുകൾ, എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾക്ക് കാണാൻ കഴിയുന്ന ഒരു സംഭവമാണ്. ഫുഡ് സെക്ഷനിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ സെക്ഷനിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന സംഭവമാണ് കട്ട് വെജിറ്റബിൾസിൻ്റെ പാക്കറ്റുകളായിട്ട് 1/4 കിലോന്, 1/2 കിലോന്, 1 കിലോന്, 5 കിലോനൊക്കെ ഉള്ള പല വെജിറ്റബിൾസിൻ്റെ കട്ട് പാക്കറ്റുകൾ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ അതിൻ്റെ ഫ്രൂട്ട്സും നമുക്ക് കാണാൻ കഴിയും. കട്ട് ഫ്രൂട്ട്സ് ആക്കിയിട്ട് പാക്കറ്റുകളാക്കിയിട്ട് അത് പാക്കറ്റിൽ പാക്ക് ചെയ്തവരുണ്ട്, അതേപോലെ തന്നെ നല്ല പ്ലേറ്റിൽ പാക്ക് ചെയ്തിട്ട് അതിനെ റാപ്പ് ചെയ്തവരുണ്ട്, അതേപോലെ തന്നെ കണ്ടെയ്നറിൽ പാക്ക് ചെയ്തവരുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നത്. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് മുന്നേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ദിസ് ഈസ് ഇക്ബാൽ ഹുസു. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റെഡി ടു കുക്ക് വെജിറ്റബിൾസിനെ കുറിച്ചിട്ടാണ്. അപ്പം നമ്മൾക്കറിയാം, നമ്മളൊക്കെ സാധാരണയായിട്ട് നമ്മൾ സാധാരണയായിട്ട് എങ്ങനെയാണ് വെജിറ്റബിൾസ് മേടിക്കാറ്? നമ്മൾ കടയിൽ പോകുന്നു, നേരെ നമ്മൾ അങ്ങനെ തന്നെ അവിടെ എങ്ങനെയാണോ ഡിസ്പ്ലേ വെച്ചിട്ടുള്ളത് അത് സാധാരണ നമ്മൾ സവാള ആയാലും തക്കാളി ആയാലും മറ്റു എന്താണെങ്കിലും എല്ലാ വെജിറ്റബിൾസും A to Z വെജിറ്റബിൾസിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ അങ്ങനെ തന്നെ വാങ്ങിക്കൊടുന്ന് നമ്മൾ വീട്ടിൽ വന്നിട്ട് നമ്മുടെ വീട്ടിൽ നിന്നാണ് അതിനെ വാഷ് ചെയ്യണതും, അതിൻ്റെ തൊലി കളയുന്നതും, അതിനെ കട്ട് ചെയ്യുന്നതും, അതിനെ നമ്മൾക്ക് വേണ്ട രീതിയിലേക്ക് അതിനെ കൺവെർട്ട് ചെയ്യുന്നത് നമ്മൾ വീട്ടിൽ കൊടുത്തിട്ടാണ്. അത് നമ്മളെ വീട്ടാവശ്യത്തിനാണെങ്കിലും ശരി, അതേപോലെ തന്നെ നമ്മൾ കല്യാണ പരിപാടികൾക്കാണെങ്കിലും ശരി, അല്ല മറ്റു പരിപാടികൾക്കാരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിലും വലിയ രീതിയിലാണെങ്കിൽ പോലും എല്ലാം നമ്മളിപ്പോൾ അങ്ങനെയാണ്, ഈ രീതിയിൽ കൂടിയാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ആളുകൾക്ക് സമയമില്ല എന്നുള്ളതാണ്. സമയമില്ലാതല്ല, സമയമുണ്ട്, പക്ഷേ ആളുകൾ കുറേയും കൂടിയും എൻഗേജഡായി തിരക്കിലോട്ട് പോയി തുടങ്ങിയിരിക്കുന്നു. സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും പ്രത്യേകിച്ച് ഈ ഒരു വെജിറ്റബിൾ സെക്ഷൻ വിഭാഗം ഏറ്റവും കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്നത് സ്ത്രീകളാണ് നമുക്കറിയാം. പക്ഷേ വലിയ വലിയ പരിപാടികൾ, കല്യാണങ്ങൾ, അങ്ങനത്തെ പരിപാടികൾക്കും മറ്റു പരിപാടികൾക്കൊക്കെ ഇത് ഏറ്റവും കൂടുതൽ ഇതിനെ ഹാൻഡിൽ ചെയ്ത് പുരുഷന്മാരും ഉണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് വളരെ ടൈം കൺജസ്റ്റഡ് ആയി തുടങ്ങിയിരിക്കുന്നു. കാരണം ഒരു സാമ്പാർ ഉണ്ടാക്കണം അല്ലെങ്കിൽ മറ്റു സംഭവങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ തന്നെ ഇത് വാങ്ങിക്കൊടുന്ന് കഴുകി കട്ട് ചെയ്ത് തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചടങ്ങാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു സംഭവം, ആ ഒരു റിസ്കിനെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? കുറച്ച് കൊടുക്കണം. നമ്മളൊരു സർവീസ്. ഓക്കെ, ഈ ഒരു സർവീസ് എന്ന് പറയുന്നത് നമ്മൾ വെജിറ്റബിൾസ് നമ്മൾ വാങ്ങിയിട്ട് നമ്മളതിനെ കഴുകി വാഷ് ചെയ്ത് നല്ല രീതിയിൽ വാഷ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പാക്കറ്റുകളാക്കിയിട്ട് നമ്മൾ അവർക്ക് എത്തിച്ചു കൊടുക്കുന്നു. അത് നിങ്ങൾക്ക് പല രീതിയിലും എത്തിച്ചു കൊടുക്കാം, ഓഫ്ലൈനിലും ഓൺലൈനിലൊക്കെ എത്തിച്ചു കൊടുക്കാം. ഓക്കെ, ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് നമ്മുടെ ഇന്നത്തെ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം? ഇതിനൊരു ബിസിനസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. സത്യത്തിൽ ഇത് നമ്മൾക്കൊരു ബിസിനസ് ആയിട്ട് സെറ്റ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് നമ്മൾക്ക് വലിയ കട്ട് റൂമോ അഡ്വാൻസോ ഫർണിച്ചറോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള സ്പേസിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മാത്രമല്ല, ഇതിനാകെ ആവശ്യമായിട്ട് വരുന്നത് ഒരു കത്തിയും ഒരു കട്ടിംഗ് ബോർഡ് മാത്രമാണ് ഇതിനാവശ്യമായിട്ട് വരുന്നത് സ്റ്റാർട്ട് ചെയ്യേണ്ട. പക്ഷേ ഇതിനെ നിങ്ങൾ ഒരു പ്രൊഫഷണൽ രീതിയിൽ ഇതിനെ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിന് ഒരു ചെറിയ രീതിയിൽ നമ്മൾ എക്സ്പെൻസ് ഉണ്ടാവും. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ കത്തിക്ക് പകരം നമ്മൾ സിമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ കത്തിയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. നമ്മൾ മാനുവലി കട്ട് ചെയ്തിട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതിനൊരു പ്രൊഫഷണൽ സ്റ്റൈൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു കട്ടിംഗ് മെഷീൻ്റെ ആവശ്യമായിട്ട് വരും. അപ്പോൾ ആ ഒരു കട്ടിംഗ് മെഷീൻ നമുക്കിപ്പോൾ ഇന്ത്യ മാർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ കട്ടിംഗ് മെഷീൻ കിട്ടും. അപ്പോൾ അതിൻ്റെതായ പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾക്ക് വരുന്നത് ഒരു പാക്കിംഗ് സിസ്റ്റമാണ്. ഇതിനെ പാക്ക് ചെയ്യുന്ന ഒരു രീതിയാണ്. ഈ പാക്ക് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മാനുവലി ചെയ്യുമ്പോൾ നമ്മൾ തന്നെ വീട്ടിൽ നിന്ന് നമ്മൾ ഒരു സ്റ്റാർട്ടിങ് എന്ന രീതിയിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൈകൊണ്ട് തന്നെ അതിന് ഒരു സീലിംഗ് കവർ നമുക്ക് ഉപയോഗിക്കാം. എപ്പോഴും ഇതിനെ നമ്മൾ പാക്ക് ചെയ്യേണ്ട ഒരു രീതി എന്ന് പറയുന്നത് ട്രാൻസ്പെറൻറ്റ് കവറുകളായിരിക്കണം എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
കസ്റ്റമേഴ്സിന് ഇതിനെ കാണാൻ കഴിയണം, വിസിബിൾ ആയിരിക്കണം കസ്റ്റമേഴ്സിന്. കാരണം ഈ ഒരു വെജിറ്റബിൾസിന്റെ ക്വാളിറ്റി എങ്ങനെയാന്നുള്ളത് അവർക്ക് പുറത്തു നിന്ന് ഉള്ളിലോട്ട് കയറാതെ തന്നെ പുറത്തിൽ കൂടെ കവറിൽ കൂടെ കാണാൻ കഴിയുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പാക്കേജ്. സോ നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസ്പെറൻറ്റ് കവറുകൾ ഉപയോഗിക്കണം എന്നുള്ളതാണ്. അപ്പോൾ കണ്ടെയ്നർ ആണെങ്കിലും ട്രാൻസ്പെറൻറ്റ് കണ്ടെയ്നറുകൾ ഉപയോഗിക്കണം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പാക്കിംഗ് ചെയ്തു തരണം. അത് നമുക്ക് മാനുവൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സീലിംഗ് കവറുകൾ കിട്ടും, കണ്ടെയ്നറുകൾ കിട്ടും, അല്ലെങ്കിൽ ചെറിയ നമുക്ക് ഡിസ്പോസ് പ്ലേറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റാപ്പിംഗ് സിസ്റ്റത്തിലൂടെ കൊടുക്കാം. പക്ഷെ ഇതിനൊരു പ്രൊഫഷണൽ മോഡിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പാക്കിംഗ് മെഷീൻ നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ അവിടെയും നമുക്ക് പൈസ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിന് രണ്ട് രീതിയിൽ, ഇപ്പം നമ്മൾക്ക് സ്റ്റാർട്ടിംഗ് ലെവൽ എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഈ ഒരു കട്ടിംഗ് ബോർഡും അതേപോലെ തന്നെ ഒരു കത്തിയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ അതേപോലെ നമ്മൾ ആ പാക്ക് ചെയ്യാനുള്ള കവറുകളോ അല്ലെങ്കിൽ കണ്ടെയ്നറുകളോ ബോക്സുകളോ ഉണ്ടാക്കിയെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. വാങ്ങുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്കിവിടെ എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. പിന്നെ നമ്മൾക്ക് ഇതിൻ്റെ വെജിറ്റബിൾസ് പർച്ചേസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ വെജിറ്റബിൾസ് നമ്മൾ സാധാരണ പർച്ചേസ് ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് വെജിറ്റബിൾസ് പർച്ചേസിങ് ഓപ്ഷൻ സോഴ്സ് എന്നുള്ളത് ഏറ്റവും ബെസ്റ്റ് ഇത് കർഷകരിൽ നിന്ന് വാങ്ങുന്നതാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഭാഗത്തൊന്നും അങ്ങനെ വെജിറ്റബിൾസ് ഭയങ്കരമായിട്ട് കൃഷി ചെയ്യുന്ന ആളുകളില്ല. നമുക്കറിയാം ഇതൊക്കെ തമിഴ്നാട് പുറത്ത് അയൽ സംസ്ഥാനങ്ങളിലൊക്കെയാണ് കൂടുതൽ വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ സംരംഭം തുടങ്ങുമ്പോൾ നോർമലി നമുക്ക് അവിടെ പോയി പർച്ചേസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യണം, സാധാരണയായിട്ട് നമ്മൾക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള ഹോൾസെയിൽ മാർക്കറ്റുകളിൽ പോയിട്ട് നമുക്ക് പച്ചക്കറി മാർക്കറ്റുകളിൽ പോയിട്ട് നമുക്ക് വാങ്ങിക്കൊടുത്തിട്ട് കുറച്ച് വാങ്ങിക്കൊടുത്തിട്ട് ഇപ്പോൾ ഒരു ആദ്യത്തിലൊക്കെ നമുക്കൊരു 5 കിലോനൊക്കെ നമുക്ക് ഒരു എല്ലാത്തിനും ഒരു 5 കിലോ വാങ്ങിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വാങ്ങിക്കൊടുന്ന് അതിന് വാഷ് ചെയ്ത് തൊലി കളഞ്ഞ് നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി ഉള്ള വെജിറ്റബിൾസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾക്ക് പാക്ക് ചെയ്തിട്ട് ഇതിനെ സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ അപ്പോൾ നമുക്ക് പ്രൊഫഷണൽ രീതിയിലേക്ക് പോകുമ്പോൾ ഇതുപോലെ നമുക്ക് കട്ടിങ് മെഷീനും അതേപോലെ തന്നെ പാക്കിംഗ് മെഷീൻ്റെ ആവശ്യം നമുക്ക് വരും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രൊഫഷണൽ മോഡും മാനുവൽ മോഡുമുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എവിടെയാണ് ഇത് വിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് വിൽക്കാൻ നമുക്ക് അധികം ഇതിനെ ബുദ്ധിമുട്ടേണ്ട കാര്യം ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ കൊണ്ടുപോയി കൊടുക്കാം. സൂപ്പർ മാർക്കറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു എന്താ പറയുക, ഇതിൻ്റെ അവർക്ക് കിട്ടാൻ കുറച്ച് ഡിമാൻഡുള്ള സംഭവങ്ങളാണ്. ഇതേ രീതിയിൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കറക്റ്റ് ഷെഡ്യൂളിൽ കിട്ടുന്നില്ല അവർക്ക്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സൂപ്പർ മാർക്കറ്റുകളിൽ കൊടുക്കാം, ചെറുതാവട്ടെ വലുതാവട്ടെ സൂപ്പർ മാർക്കറ്റുകളിൽ കൊടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള പച്ചക്കറി കടകളിൽ കൊടുക്കാം. നമ്മുടെ തൊട്ടടുത്തുള്ള പലചരക്ക് കടകളിൽ പച്ചക്കറികൾ ഡിസ്പ്ലേ വെച്ചിരിക്കണം നമുക്ക് കാണാൻ കഴിയും. പലചരക്ക് കടകളിൽ കൊടുക്കാം. നിങ്ങൾക്ക് എവിടെയൊക്കെ പച്ചക്കറി കിട്ടും അല്ലെങ്കിൽ എവിടെയൊക്കെ മറ്റു പലചരക്ക് സാധനങ്ങളൊക്കെ കിട്ടും അവിടെയൊക്കെ നമുക്കിത് കൊടുക്കാം, ഡിസ്പ്ലേ കൊടുക്കാം. അതിന് പുറമെ നമുക്കിത് വീടുകളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പരിസരത്തുള്ള വീടുകളിലേക്ക് നമുക്ക് ഓർഡർ എടുത്തിട്ട് നമുക്ക് എത്തിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾക്ക് ഇതിനെ ഒരു ഓൺലൈൻ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓർഡർ എടുത്തിട്ട് നമുക്ക് കൊടുക്കാം. കല്യാണ പാർട്ടികൾ, കാറ്ററിംഗ് ടീമുകളുണ്ട്, അതേപോലെ തന്നെ ക്യാൻറ്റീൻ നടത്തുന്ന ആളുകളുണ്ട്, മെസ്സ് നടത്തുന്ന ആളുകളുണ്ട്. ഇതുപോലുള്ള ആളുകൾക്കൊക്കെ നമുക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ കഴിയും. ബൾക്ക് ക്വാണ്ടിറ്റി ആണെങ്കിലും ചെറിയ ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിലും നമുക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയും. അപ്പോൾ ഇതിനൊരു ഓൺലൈൻ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനെ വിൽക്കാൻ കഴിയും. ഇപ്പം നമ്മൾ ഓൺലൈനിൽ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്നത് പോലെ തന്നെ ഈ വെജിറ്റബിൾസും ഓർഡർ ചെയ്തതുപോലെ റെഡി ടു കുക്ക് വെജിറ്റബിൾസ് ഓർഡർ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഇതിനെ ഓർഡർ ചെയ്ത് വരുത്താൻ ഉള്ള ഒരു സിസ്റ്റം നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു കൂടുതൽ സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ ആളുകളും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാ സ്ത്രീകളും ജോലിക്ക് പോകുന്നവരാണ്. ഒട്ടുമിക്ക സ്ത്രീകളും ജോലിക്ക് പോകുന്നവരാണ്. അപ്പോൾ അവരൊക്കെ സംബന്ധിച്ചിടത്തോളം സാധാരണ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് പോലും അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ എങ്കിൽ കൂടി ഇപ്പം ജോലിക്ക് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെട്ടെന്ന് വന്ന് അതിനൊന്ന് ഒരു കറിയൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ കുക്ക് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഓരോ പാക്കറ്റുകളോ ബോക്സുകളോ വാങ്ങിക്കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോയിട്ട് അത് വാഷ് ചെയ്യാനോ കട്ട് ചെയ്യാനോ തൊലി കളയാനോ ഒന്നും നിൽക്കേണ്ട, നേരെ എടുത്ത് കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ അവർക്ക് ഉപകാരമാവും, വളരെ ഹെൽപ്പാവും. അപ്പോൾ നോർമലി എല്ലാ ആളുകൾക്കും ഇതൊരു ഗുണം ചെയ്യുന്ന സർവീസ് മോഡലുള്ള ബിസിനസ് ആയിട്ട് ഇത് മാറ്റിയെടുക്കാൻ കഴിയും നമുക്ക്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഇതിനെ പാക്ക് ചെയ്യുന്ന രീതിയിൽ നമ്മൾക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഓരോന്നിനും സിംഗിൾ പാക്കറ്റ് ആക്കാം. ഇപ്പോൾ സവാള നമുക്ക് സിംഗിളായിട്ട് പാക്ക് ചെയ്യാം, ഉരുളക്കിഴങ്ങ് സിംഗിളായിട്ട് പാക്ക് ചെയ്യാം, തക്കാളി എല്ലാ ഫ്രൂട്ട്സും സിംഗിൾ പാക്കറ്റ് ആയിട്ട് എടുക്കാം. അതേപോലെ തന്നെ നമുക്ക് സാമ്പാർ കട്ട് എന്നിട്ടൊരു പാക്ക് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവിയൽ കട്ട് എന്നിട്ടൊരു പാക്ക് സെറ്റ് ചെയ്യാം, പൊരിയൽ എന്തൊക്കെയാണ് നമുക്ക് വെജിറ്റബിൾസിൽ നമ്മൾക്ക് പല വിഭവങ്ങൾ നമ്മൾ വെജിറ്റബിൾസ് ഉണ്ടാക്കാം. ഇപ്പോൾ നമുക്ക് അറിയാം
ഇപ്പം ഈ ഓണം അതേപോലെ വിഷു ഇങ്ങനെ സംഭവങ്ങളൊക്കെ വരുന്ന സമയത്തുള്ള സദ്യ ചെയ്യുമ്പോൾ സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാം അതിലൊക്കെ ഒരുപാട് 10, 18, 20, 25 കൂട്ടുകറികളൊക്കെ വരാറുണ്ട്. ഈ സംഭവങ്ങളൊക്കെ ഓരോ വെജിറ്റബിൾസ് മിക്സും ഇതിൽ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേരിൽ തന്നെ നമുക്ക് ഓരോ കൂട്ട് പാക്ക് സെറ്റ് ചെയ്തെടുക്കാൻ കഴിയും. ഇപ്പം പറഞ്ഞ പോലെ തന്നെ അവിൽ പാക്ക് അല്ലെങ്കിൽ പൊരിയൽ പാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ നമുക്ക് മനസ്സിലായില്ലേ എടുത്ത് പാക്ക് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ പല രീതിയിലും ഇതിനെ നമുക്ക് പാക്ക് ചെയ്തിട്ട് ആളുകൾക്ക് എങ്ങനെയാണോ എളുപ്പം, എത്രത്തോളം ആളുകൾക്ക് ഇത് ഈസി ആക്സസ് ആക്കാൻ കഴിയുന്നുവോ അത്രത്തോളം നമ്മൾ സക്സസ്ഫുൾ ആണ് എന്നുള്ളത് അർത്ഥം. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് എത്രയും ഈസി ആയിട്ട് ആളുകൾക്ക് ഇതെടുത്ത് കുക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിൽ കൂടി നമുക്ക് ഇതിനെ പാക്ക് ചെയ്തെടുക്കാൻ കഴിയുന്നു, അത്രയും ബെസ്റ്റ് എന്നുള്ളതാണ്. അത്രത്തോളം മികച്ച രീതിയിൽ അല്ലെ അത്രത്തോളം ഹൈപ്പിലേക്ക് നമ്മുടെ ബിസിനസ്സിനെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. അപ്പോൾ എല്ലാവർക്കും ആവശ്യമുള്ള സംഭവമാണ്. പിന്നെ ഇതിലെ ഏറ്റവും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരിക്കലും ഒരുപാട് സ്റ്റോക്ക് എടുത്തിട്ട് നമ്മൾ ആദ്യത്തിലും ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം ഇത് വെജിറ്റബിൾസ് ആണ്. അപ്പോൾ ഇതിനെന്ത് ചെയ്യരുത്, നമ്മൾ ഒരുപാട് ദിവസമൊന്നും ഇതിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല, അപ്പോൾ അത് നാശാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ദിവസം ഫ്രഷ് കട്ട് എന്നുള്ള രീതിയിൽ ദിവസം നമ്മൾ ചെയ്യുന്ന രീതിയിലേക്ക് നമുക്കതിനെ കൊണ്ടുവരണം. പിന്നെ അതേപോലെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇതൊക്കെ പല വെജിറ്റബിൾസും കെമിക്കൽസും സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചു കൊണ്ട് വരുന്ന വെജിറ്റബിൾസ്. അപ്പോൾ അതിനൊക്കെ നല്ല രീതിയിൽ നമ്മൾ വാഷ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, നല്ലൊരു അതിൻ്റെ കെമിക്കൽ കളയുന്ന രീതിയിലുള്ള ഒരു വാഷിംഗ് സിസ്റ്റം കൊണ്ടുവന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ വാഷ് ചെയ്തെടുത്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്ത് പാക്ക് ചെയ്യാൻ. അങ്ങനെയുള്ള നല്ല രീതിയിലുള്ള എല്ലാ സർവീസും നല്ല രീതിയിൽ ക്വാളിറ്റിയിൽ നമ്മൾ കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വിജയം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ ആളുകൾ സമയമില്ലാതെ നെട്ടോട്ടം ഓടുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇതുപോലെയുള്ള റെഡി ടു കുക്ക്, റെഡി ടു ഈറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഈ സാധനത്തിനെ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയും എന്നുള്ളത് 100% വിജയകരമായിട്ടുള്ള ബിസിനസ്സാണ്. അപ്പോൾ ഒരു ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ, അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെന്നുണ്ടെങ്കിലും, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസ്സിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.